everyone, it's me Mr. Max. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് സെറ്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വെൻ ഡയഗ്രാമാണ്. സോ നമ്മൾ സാധാരണ കുറേ ഡയഗ്രാംസും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസും ഒക്കെ പഠിച്ചിട്ടുള്ളവരാണ്. സോ സെറ്റുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെറ്റുകളെ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന റെപ്രസെൻറ്റേഷൻസ് ആണെന്ത് വെൻ ഡയഗ്രാംസ്. നമ്മൾ മുന്നേ യൂണിവേഴ്സൽ സെറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ സബ്സെറ്റുകൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം ഞാനൊരു യൂണിവേഴ്സൽ സെറ്റാക്കി എടുക്കുന്നത് സെറ്റ് 1, 2, 3, 4 എക്സെട്ര അപ് ടു 10 ആണെന്ന് വിചാരിക്കും. ഓക്കെ, എൻ്റെ യൂണിവേഴ്സൽ സെറ്റ് 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ആൻഡ് ഞാൻ എ എന്ന് പറയുന്നൊരു സെറ്റ് 1, 2, 3 എടുത്തു. ആൻഡ് ബി എന്ന് പറയുന്നൊരു സെറ്റ് 1, 2, 3, 4 എടുക്കുന്നു. ആൻഡ് സി എന്ന് പറയുന്നൊരു സെറ്റ് 9, 10 ആണ്. ഞാൻ എടുക്കുന്നത് 9, 10. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതിലെ സെറ്റുകളുടെ കുറച്ച് പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞുതരാം. എ എന്ന് പറയുന്ന സെറ്റിൽ 1, 2, 3 ഉണ്ട്. ബി എന്ന് പറയുന്ന എലമെന്റിലും 1, 2, 3 ഉണ്ട്. അപ്പം എ എന്ന് പറയുന്ന സെറ്റ് ബിയുടെ എന്താണ്? സബ്സെറ്റ് ആണെന്നുള്ളത് ഓർമ്മിച്ച് വെക്കാം. എ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ബി ആണ്. ഓക്കെ, യൂണിവേഴ്സൽ സെറ്റ് എന്തായിരുന്നുള്ളത് ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. അതായത് ഒരു യൂണിവേഴ്സൽ സെറ്റ് എയുടെയും ബിയുടെയും സിയുടെയും യൂണിവേഴ്സൽ സെറ്റാണ് ഈ 1 മുതൽ 10 വരെ എന്നുള്ളത് പറയണമെന്നുണ്ടെങ്കിൽ എയിലെയും ബിയിലെയും സിയിലുള്ള എലമെന്റ്സ് ഒക്കെ എവിടെ ഉണ്ടായിരിക്കണം? യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ സെറ്റാണ് എന്ത്? യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ സെറ്റുകൾ റെപ്രസെന്റ് ചെയ്യാം റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് യൂണിവേഴ്സൽ സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ യൂണിവേഴ്സൽ സെറ്റ്. ഇതിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടാവും? 1 മുതൽ 10 വരെയുള്ള എലമെന്റ്സ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് 1 മുതൽ 10 വരെയുള്ള എലമെന്റ്സ് എഴുതാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ബി എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിലാണ് എ എന്ന് പറയുന്ന സബ്സെറ്റ് അല്ലേ? എയിലുള്ള എല്ലാ എലമെന്റും ബിയിലുണ്ട്. അപ്പം എ ബിയുടെ ഉള്ളിലാണ് വരിക. അപ്പം എ എന്ന് പറയുന്ന സെറ്റിനെ എനിക്ക് ഇതിൻ്റെ ഉള്ളിലാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പം അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ വരയ്ക്കാം നോക്കാം. ഇതാണ് എൻ്റെ ബി. ബി ആണ് വലിയ സെറ്റ്. ആൻഡ് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഇതാണ് എ. ക്ലിയർ ആണല്ലോ. ആൻഡ് ഇതിലുള്ള എലമെന്റ്സ് എങ്ങനെയാണ് വരുന്നത്? എയിലുള്ള എലമെന്റ്സ് ആണ് 1, 2 and 3. ബിയിലുള്ള എലമെന്റ്സ് ഈ 1, 2, 3 ബിയിലാണ് ഉള്ളത്. അതുകൊണ്ട് 1, 2, 3 ഓൾറെഡി അവിടെ എഴുതി കഴിഞ്ഞു. ആൻഡ് 4. ഇനി സി എന്ന് പറയുന്ന ഒരു സെറ്റ് ഏതെങ്കിലും കോമൺ എലമെന്റ്സ് എയിലും ബിയിലും ആയിട്ട് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് സെറ്റ് നമ്മൾ ഈ വെൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുക വേറൊരു സർക്കിൾ ആയിട്ടാണ്. ഓക്കെ, സോ ഇവിടെ വരുന്ന സി എന്ന് പറയുന്ന സെറ്റ് 9, 10. ഓക്കെ, അപ്പം ഇത് ഓർത്ത് വെക്കുക. ഇവിടെ സെറ്റുകൾ കംപ്ലീറ്റ് ആയി. പക്ഷേ യൂണിവേഴ്സൽ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും ആയോ? ഇല്ല. 1, 2, 3, 4 എന്ന് പറയുന്ന എലമെന്റ്സ് വന്നു കഴിഞ്ഞു. 9, 10 വന്നു കഴിഞ്ഞു. ഇവിടെ ഏതൊക്കെ മിസ്സിംഗ് ഉണ്ട്? 5 തൊട്ട് 9 വരെയുള്ള എലമെന്റ്സ് മിസ്സിംഗ് ആണ് അല്ലേ? സോ അത് നമുക്ക് ഇവിടെ എഴുതാം. യൂണിവേഴ്സൽ സെറ്റിൽ ഇവിടെ ആയിട്ട് എഴുതാം. 5, 6, 7, 8, 9 ഓൾറെഡി സീലുണ്ട്. സോ ഇതാണ് വെൻ ഡയഗ്രാം, ഒരു കംപ്ലീറ്റ് വെൻ ഡയഗ്രാം. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. അതേപോലെ അതിനുള്ളിൽ വരുന്ന സെറ്റുകൾ എ, ബി ആൻഡ് സി. ഓക്കെ, സബ്സെറ്റ് ആയിട്ട് വരുമ്പോൾ ബിയുടെ ഉള്ളിലാണ് എ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് അടുത്ത് എടുക്കാൻ പോകുന്നത് സെറ്റുകളുടെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. സെറ്റുകൾക്ക് വരുന്ന കുറച്ച് പ്രോപ്പർട്ടീസുകൾ. അതിൽ ആദ്യം വരാൻ പോകുന്നത് യൂണിയൻ ഓഫ് സെറ്റ്. എന്താണ് യൂണിയൻ? സാധാരണ യൂണിയൻ എന്താണ്? ഒരു ഗ്രൂപ്പാണ് അല്ലേ? ഒരു കൂടിച്ചേരാണ്. അപ്പം എ എന്ന് പറയുന്ന ഒരു സെറ്റ് എനിക്ക് 1, 2, 3 എടുത്താൽ, അതേപോലെ ബി എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ 2, 3, 4, 5 എന്ന് പറഞ്ഞെടുത്തു. ഓക്കെ, അപ്പോൾ എ യൂണിയൻ ബി എന്ന് എഴുതണം. എ യൂണിയൻ ബി. അപ്പോൾ നമ്മൾ സാധാരണ ഒരു എലമെന്റ്സ് ബിലോങ്സ് ടു റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയായിരുന്നു.
സബ്സെറ്റ് ആണെന്നുള്ള റെപ്രസെൻറ്റേഷൻ ഇതായിരുന്നു. അതേപോലെ യൂണിയൻ വരുന്ന റെപ്രസെൻറ്റേഷൻ എ യു, ഒരു വലിയ യു എഴുതുന്നതാണ് എ യു, എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഓക്കെ, എ യൂണിയൻ ബി എന്ന് പറയുന്ന എലമെന്റ്, എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റ് ഏതായിരിക്കും? എയിലുള്ളതും ബിയിലുള്ളതുമായിട്ടുള്ള എലമെന്റ്സുകൾ. അപ്പോൾ എനിക്ക് ഏതൊക്കെ എഴുതാം? എയിലുള്ള എലമെന്റ്സ് ആദ്യം എഴുതിയെടുക്കാം. എയിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 1 2 3. ആൻഡ് ബി എന്ന് പറയുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? 2 3 4 5. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? നമ്മൾ സാധാരണ സെറ്റ് എഴുതുന്ന സമയത്ത് എന്ത് പാടില്ല? റിപ്പീറ്റേഷൻ പാടില്ല. ഓക്കെ, അപ്പോൾ റിപ്പീറ്റേഷൻ ഇല്ലാതെ എയിലുള്ള ഇതും ബിയിലുള്ളതുമായിട്ടുള്ള എലമെന്റ്സിനെ എഴുതുന്നതാണ് എന്ത്? എ യൂണിയൻ ബി. ഒരുമിച്ച് ആ രണ്ട് സെറ്റിലുള്ള എലമെന്റ്സിനെ ഗ്രൂപ്പാക്കി എടുക്കുന്നതാണ് എ യൂണിയൻ ബി. അപ്പോൾ ഇത് തെറ്റാണ്. നമുക്ക് എങ്ങനെ എഴുതാം? 1 2 3 ആൻഡ് 4 5. ഓക്കെ, ഇതാണ് നമ്മുടെ എ യൂണിയൻ ബി. എ യൂണിയൻ ബിക്ക് എങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുക്കാം? ദ യൂണിയൻ ഓഫ് A and B is the set which contains all the elements of A and all the elements of B. ഓക്കെ, ക്ലിയർ ആണല്ലോ? യൂണിയൻ എന്താണെന്ന് മനസ്സിലായി, യൂണിയന്റെ സിമ്പൽ എന്താണെന്ന് മനസ്സിലായി. ഇനി വരുന്നത് ഈ എ യൂണിയൻ ബിനെ നമുക്കൊന്ന് എങ്ങനെ റോസ്റ്റർ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതി നോക്കാം. എ യൂണിയൻ ബി എങ്ങനെ എഴുതാം? എക്സ് സച്ച് ദാറ്റ് എക്സ് എവിടെ വരണം? എക്സ് ബിലോങ്സ് ടു എ ആണ്, ഓർ എക്സ് ബിലോങ്സ് ടു ബി. ഒന്നെങ്കിൽ എയിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ബിയിലുള്ള എലമെന്റ് ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി യൂണിയന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. എന്താണ്? കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പോകുന്നത്. കുറച്ച് പ്രോപ്പർട്ടീസ്, യൂണിയൻ വരുന്ന കുറച്ച് പ്രോപ്പർട്ടീസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കാം. എ യൂണിയൻ ബി എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? ബി യൂണിയൻ എ. ഇത് നമ്മൾ എന്താണ് പറയാ? കമ്മ്യൂട്ടേറ്റീവ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ. ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഞാൻ എ എന്ന് പറയുന്ന എലമെന്റ് 1 2 3 എടുത്തു. ആൻഡ് ബി എന്ന് പറയുന്ന സെറ്റ് 1 4 6 എന്നെടുത്തു. എ യൂണിയൻ ബി എങ്ങനെയാണ്? 1 4 6 ആൻഡ് 2 3. ബിയിലുള്ള എലമെന്റും എയിലുള്ള എലമെന്റും. ഓക്കെ, ഇത് തന്നെയാണ് എന്ത്? ബി യൂണിയൻ എയും വരിക. ഓക്കെ, 1 4 6 ആൻഡ് 2 3. ഇത് തന്നെയാണ് ബി യൂണിയൻ എയും. ഓക്കെ, അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ലോ ആണെന്ന് എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ. അടുത്തത് വരുന്നത് അസോസിയേറ്റീവ് ലോ എന്ന് പറയും. എ യൂണിയൻ ബി ഓഫ് യൂണിയൻ സി എന്ന് പറയുന്നത് എ യൂണിയൻ ബി യൂണിയൻ സിക്ക് ഈക്വൽ ആണ്. ആദ്യം ബി യൂണിയൻ സി കണ്ടിട്ട് അതിനോട് എ യൂണിയൻ ചെയ്യുന്നതും എ യൂണിയൻ ബി കണ്ടിട്ട് അതിനോട് യൂണിയൻ സി ചെയ്യുന്നതും ഈക്വൽ ആണ്. അതാണ് അസോസിയേറ്റീവ് ലോ. ഓക്കെ, ഇതൊക്കെ ഓർത്ത് വെക്കാം. എക്സാമ്പിൾ ആയിട്ട് ഞാനൊന്നും പറയണില്ല. എ യൂണിയൻ 5 എന്തായിരുന്നു? 5 നൾ സെറ്റ് അഥവാ എം ടി സെറ്റ് ആണ്. അതിൽ എലമെന്റ്സ് ഒന്നുമില്ല. അപ്പം എയും യുവും കൂടി ചേർത്ത് എഴുതി കഴിഞ്ഞാൽ എ തന്നെയാണ് കിട്ടുക അല്ലേ? എയിലുള്ള എലമെന്റ്സ് മാത്രമാണ് വരിക. ഓക്കെ, ഇതിന് ഐഡന്റിറ്റി ലോ എന്ന് പറയാം. ഓക്കെ, ഐഡന്റിറ്റി. നാലാമത്തത് എ യൂണിയൻ എ. എയിലുള്ള എലമെന്റ്സുമായിട്ട് ജോയിൻ ചെയ്യാം. പക്ഷേ റിപ്പീറ്റേഷൻ പാടില്ല എന്ന് പറയുമ്പോൾ എ തന്നെയാണ് വരിക അല്ലേ? ഓക്കെ, അടുത്തത് അഞ്ചാമത്തത് യൂണിവേഴ്സൽ സെറ്റ് യൂണിയൻ എ. യൂണിവേഴ്സൽ സെറ്റോ എയും തമ്മിൽ യൂണിയൻ ചെയ്യാം. അപ്പോൾ എന്താ വരിക? ഒബ്വിയസ്ലി യൂണിവേഴ്സൽ സെറ്റാണ് വലുത്. അതുമായിട്ടാണ് അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ടാണ് എ ഉണ്ടാവുക. അപ്പം അതുമായിട്ട് യൂണിയൻ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? യൂണിവേഴ്സൽ സെറ്റാണ് വരിക. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് യൂണിയനിൽ വരുന്നത്. ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് എന്ത്? ഇന്റർസെക്ഷൻ. എന്താണ് ഇന്റർസെക്ഷൻ? ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിയൻ ആണെങ്കിൽ രണ്ടിലും വരുന്ന രണ്ടിലെ എലമെന്റ്സും ഒരുമിച്ച് എഴുതുന്നത്. ഇനി ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ് എന്ന് പറയുന്നത് രണ്ട് സെറ്റിലെയും കോമൺ എലമെന്റ്സ് എഴുതുക. ഓക്കെ, അപ്പം ഞാൻ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഇതാ, എ എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മൾ സിമ്പിൾ സെറ്റുകളാണ് ഇപ്പോൾ എടുക്കുന്നത്. 1 2 3 4 എന്ന് പറഞ്ഞ് എടുക്കുന്നു. ബി എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ 1 2 5 6 എന്ന് പറയുന്ന ഈ രണ്ട് സെറ്റുകൾ എടുത്തു. അപ്പോൾ ഇതിൽ കോമൺ എലമെന്റ്സ് ഏതൊക്കെയാണ്? 3 ഇല്ല, കോമൺ ആയിട്ട് വരുന്നില്ല. 1 and 2 എന്താണ് കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലേ? നമ്മൾ യൂണിയൻ ആകുന്ന സമയത്ത് എങ്ങനെയായിരുന്നു എഴുതിയത്? യു എന്നാണ് എഴുതിയത്. അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് എഴുതുക? ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷനെ നമ്മൾ റാ പോലെ എഴുതും. ഓക്കെ, ഇതാണ് ഇന്റർസെക്ഷന്റെ സിമ്പിൾ. അപ്പോൾ എ ഇന്റർസെക്ഷൻ എങ്ങനെയാ വായിക്കുക? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 1 and 2 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ എ എന്ന് പറയുന്ന ഒരു സെറ്റ് 5 8 9 എടുക്കുന്നു. ആൻഡ് ബി എന്ന് പറയുന്ന ഒരു സെറ്റ് 5 6 7 എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഏതായിരിക്കും? 5 ആയിരിക്കും അല്ലേ? രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 5 ആണ്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്റർസെക്ഷൻ. ഇപ്പം ഞാനിതാ എ എന്ന് പറയുന്ന ഒരു സെറ്റ് 1 2 3 എടുത്തു. ബി എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ 4 5 6 എടുത്തു. ഇതിൽ എ ഇന്റർസെക്ഷൻ ബി എന്താണ്? കോമൺ ആയിട്ട് ഏതെങ്കിലും എലമെന്റ്സ് വരുന്നുണ്ടോ? ഇല്ല, ഇത് നൾ സെറ്റ് ആണ് അല്ലേ? 5 ആണ് വരുന്നത്. അപ്പം ഇത്തരം സെറ്റുകൾ എ ഇന്റർസെക്ഷൻ ബി 5 ആവുന്ന സെറ്റുകളാണെന്ത്? ഡിസ്ജോയിന്റ് സെറ്റുകൾ. ഇത് ഓർത്ത് വെക്കുക. എന്താണ് ഡിസ്ജോയിന്റ് സെറ്റ്? ജോയിന്റ് ആയിട്ടില്ലാത്ത സെറ്റുകൾ, അതായത് അവർ തമ്മിൽ കണക്ഷൻസ് ഒന്നുമില്ല, ഇല്ലാത്ത സെറ്റുകളാണ് ജോയിന്റ് സെറ്റുകൾ. ഓക്കെ, ഡിസ്ജോയിന്റ് സെറ്റുകൾ. ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ പോലെ യൂണിയൻ പ്രോപ്പർട്ടീസ് ഉള്ള പോലെ തന്നെ നമുക്ക് എന്തിനു പറയാം? ഇന്റർസെക്ഷൻസിലും കുറച്ച് പ്രോപ്പർട്ടീസ് പറയാം. നോക്കിക്കേ, പ്രോപ്പർട്ടീസ് നോക്കാം. എ ഇന്റർസെക്ഷൻ ബി തന്നെയാണ് ബി ഇന്റർസെക്ഷൻ എ. ഇത് കമ്മ്യൂട്ടേറ്റീവ് ലോ ആണ്. ആൻഡ് എ ഇന്റർസെക്ഷൻ ബിയും അതിനോട് സി എന്ന് പറയുന്ന ഒരു സെറ്റ് ഇന്റർസെക്ട് ചെയ്യുന്നു. അതേപോലെ എ ഇന്റർസെക്ഷൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി ആദ്യം കണ്ടുപിടിച്ച് അതിനോട് കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എ എടുക്കുന്നു. അതെന്താണ്? അസോസിയേറ്റീവ് ആണ്. ഓക്കെ, അസോസിയേറ്റീവ് ലോ. അടുത്തൊരു പ്രോപ്പർട്ടി, 5 ഇന്റർസെക്ഷൻ എ. 5 എന്ന് പറയുന്ന എലമെന്റ് എന്താണ്? നൾ സെറ്റ് ആണ്, അതിൽ എലമെന്റ്സ് ഇല്ല. എ എന്ന് പറയുന്ന സെറ്റിൽ ഇപ്പം കുറച്ച് എലമെന്റ്സ് ഉണ്ട് എന്ന് വിചാരിക്കും. എന്നിരുന്നാലും എയും 5ലും കോമൺ ആയിട്ട് എലമെന്റ് എന്താ വരിക? ഒരിക്കലും ഒന്നും ഉണ്ടാവില്ലല്ലേ? അത് നൾ സെറ്റ് തന്നെയാണ്. ഇതെന്താണ്? 5 ആണ്. ഓക്കെ, ഇനി യൂണിവേഴ്സൽ സെറ്റ് ഇന്റർസെക്ഷൻ എയോ? യൂണിവേഴ്സൽ സെറ്റിൽ കുറേ എലമെന്റ്സ് ഉണ്ടാവും, എ അടക്കം വരുന്ന കുറേ എലമെന്റ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടിലും കോമൺ ആയിട്ട് എ തന്നെയാണ് ഉണ്ടാവുക അല്ലേ? എ ആണ്. ഇനി എ ഇന്റർസെക്ഷൻ ഓഫ് എ, ഇതെന്താ വരിക? എ ആണ്. ഓക്കെ, ഇതാണ് ഐഡംപൊട്ടന്റ് എന്ന് പറയും. ഓക്കെ, ഐഡംപൊട്ടന്റ് ലോ. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു ലോ കൂടി ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്നത് എ ഇന്റർസെക്ഷൻ ബിയും അതേപോലെ യൂണിയൻ എ ഇന്റർസെക്ഷൻ സിയുമാണ്. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. ഓക്കെ, നമുക്കൊന്ന് നോക്കാം, ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഞാനിതാ എ എന്ന് പറയുന്ന 3 സെറ്റുകളാണ് നമുക്ക് വേണ്ടത് അല്ലേ? എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഇതാ 1 2 3 എടുത്തു. ബി എന്ന് പറയുന്ന ഒരു സെറ്റ്
1 2 5 6 എടുത്തു. സി എന്ന് പറയുന്ന ഒരു സെറ്റ് 2 3 4 എടുത്തു. ഇതിൽ നമുക്ക് എ ഇന്റർസെക്ഷൻ ബി കാണാം. എ ഇന്റർസെക്ഷൻ ബി എന്താണ്? രണ്ടിലും എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? 1 and 2 ആണ്. ഇനി എ ഇന്റർസെക്ഷൻ സി ഒന്ന് എടുത്തേ. എ ഇന്റർസെക്ഷൻ സി വരുന്നത് 2 and 3 ആണ് അല്ലേ? 2 and 3 ആണ്. ഇനി ബി യൂണിയൻ സി ഒന്ന് കണ്ടേ. ബി യൂണിയൻ സി, ബിയിലും ബിയിലെയും സിയിലെയും വരുന്ന എലമെന്റ്സ്. അപ്പോൾ 1 2 ഉണ്ട്, 3 വരുന്നുണ്ട്, 4 5 6 ഇത്ര എലമെന്റ്സ് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി, ബി യൂണിയൻ സിയിലും എയിലും വരുന്ന കോമൺ എലമെന്റ്സ്, അതാണ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന ഏതാണ്? 1. എയിലും ബി യൂണിയൻ സിയിലും കോമൺ ആയിട്ട് വരുന്നത് 1 2 and 3 ആണ് അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ലോ പറയുന്നത് എന്താണ്? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ആണല്ലോ. അതും എ ഇന്റർസെക്ഷൻ ബിയുടെയും എ ഇന്റർസെക്ഷൻ സിയുടെയും യൂണിയൻ എടുക്കാനാണ് പറയുന്നത്. നോക്കിക്കേ, ഇവിടെ എ ഇന്റർസെക്ഷൻ ബി നമുക്കറിയാം 1 2 ആണ്. എ ഇന്റർസെക്ഷൻ ബിയുടെയും എ ഇന്റർസെക്ഷൻ സിയുടെയും യൂണിയൻ ആണ് എടുക്കേണ്ടത്. അതാ ഈ രണ്ട് സെറ്റുകളല്ലേ. ഈ ഒരു സെറ്റ് എന്താണ് വരിക? 1 2 3 ആണല്ലേ വരിക. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് 1 2 3 ആണ്, ഈ രണ്ട് സെറ്റുകളുടെ യൂണിയൻ. ആൻഡ് നമുക്ക് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി നേരത്തെ കിട്ടിയത് സെറ്റ് 1 2 3 തന്നെയാണ്. സോ ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. സോ ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറയാം. ഈ ഒരു കാര്യത്തെ ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വെൻ ഡയഗ്രത്തിലൂടെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. സോ ഞാൻ ആദ്യം ഒരു യൂണിവേഴ്സൽ സെറ്റ് വരയ്ക്കാൻ പോവാണ്. ഒരു യൂണിവേഴ്സൽ സെറ്റാണത്. ഇതിൽ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ആൻഡ് ബി എന്ന് പറയുന്ന ഒരു സെറ്റ്, സി എന്ന് പറയുന്ന ഒരു സെറ്റ്. ഓക്കെ. അപ്പം ഞാനിതാ എ എഴുതാണ്, ഇത് ബി ആണ് ആൻഡ് സി ആണ്. ഇതിൽ എ യൂണിയൻ ബിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? എ യൂണിയൻ ബി ആണ് എനിക്ക് വേണ്ടത്. എ എന്ന് പറയുന്ന എലമെന്റ്സ് എവിടെയാണ് ഉണ്ടാവുക? ഈ സർക്കിളാണ് അല്ലേ? ഈ ഒരു സർക്കിൾ മുഴുവനും എ യൂണിയൻ ബി, എ ആണ് വരുന്നത്. ആൻഡ് ബി എന്ന് പറയുന്നത് ഇതാണ് വരിക, ഈ ഒരു ഭാഗം അല്ലേ? സോ ഇത്രയാണ് എ യൂണിയൻ ബി വരിക. ഇതേപോലെ എ ഇന്റർസെക്ഷൻ ഒന്ന് നോക്കിക്കേ. എ ഇന്റർസെക്ഷൻ, ഇത് യൂണിയൻ സെറ്റാണ്, ഇതും യൂണിയൻ സെറ്റാണ്. ഒന്ന് വൃത്തിയിൽ വരച്ച് നോക്കാം. ചെറിയൊരു വൃത്തി കുറവുണ്ടല്ലേ? നോക്കാം. ഓക്കെ. അപ്പം ഇതാണ് എൻ്റെ യൂണിവേഴ്സൽ സെറ്റ്. ആൻഡ് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ വരയ്ക്കുകയാണ്. എലിപ്സ് ആയിപ്പോയി അല്ലേ? സർക്കിളാക്കാം. 1 മിനിറ്റ്. വീണ്ടും ഓക്കെ. ഓക്കെ, സർക്കിൾ. ഇത് എ, ഇത് ബി ആൻഡ് ദിസ് ഈസ് സി. എനിക്ക് വേണ്ടത് എന്താ? എ ഇന്റർസെക്ഷൻ ബി ആണ്. എന്താണ്? എ ഇന്റർസെക്ഷൻ ബി ആണ്. അതായത് എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത്. ഇതിൽ സി ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് സർക്കിളിൻ്റെ ഷേപ്പ് വരിക? ഇങ്ങനെ ഇങ്ങനെ അല്ലേ? എയും ബിയും വരിക. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് ഇതായിരുന്നു. അപ്പോൾ അതേപോലെ ഇവിടെ ഏതാണ് വരിക? ഞാൻ ഈ ഗ്രീൻ ഷെയ്ഡ് ചെയ്യാൻ പോകുന്നതാണ് വരിക. ഇതാണ് എന്ത് വരിക? എ ഇന്റർസെക്ഷൻ ബി വരും. ഓക്കെ. ഈ ഒരു ഭാഗം ക്ലിയർ ആണല്ലോ? ഇനി നമ്മുടെ നേരത്തെ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പ്രകാരം നോക്കുക. യു ആണത് ആൻഡ് ഇതൊരു എ, ഇത് ബി ആൻഡ് ദിസ് ഈസ് സി. എ ബി സി. ഇതിൽ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി ആണ്
എനിക്ക് കാണേണ്ടത്. അതായത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ആണ്. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. ഇതെങ്ങനെ വരയ്ക്കും? ഇതിൽ എ ഇൻ്റർസെക്ഷൻ ബി ഏതാണ്? ഇതാണ് അല്ലേ. എയും ബിയിലും കോമൺ ആയിട്ട് വരുന്നത് ഈ ഒരു ഭാഗമാണ്, ആണല്ലോ. ഇനി എയിലും സിയിലും കോമൺ ആയിട്ട് വരുന്നത് ഏതാ? ഈ ഒരു ഭാഗമാണ് അല്ലേ. ഓക്കെ, അപ്പം ഇത്രയാണ് എന്ത് വരിക? എൻ്റെ ഭാഗം വരിക. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ആണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറൻസ് ഓഫ് സെറ്റ് ആണ്. അതായത് രണ്ട് സെറ്റുകൾ തമ്മിൽ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഇപ്പം സാധാരണ നമ്മളൊരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ കുറയ്ക്കുന്ന സമയത്ത് എ മൈനസ് ബി എന്നാണ് എഴുതുക. അപ്പോൾ അതേപോലെ എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ നിന്ന് ബി കുറച്ച് കഴിഞ്ഞാൽ അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഉദാഹരണത്തിന് ഇതാ നോക്കിക്കേ, എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ 1 2 3 എടുത്തു. ബി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് 1 2 4 എടുത്തു. ഓക്കെ, ഇതിൽ എ മൈനസ് ബി എന്ന് ഉദ്ദേശിക്കുന്നത് എയിലുള്ള എലമെൻസിൽ നിന്നും ബിയിലുള്ള എലമെൻറ്റ്സ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എയിലുള്ള എലമെൻറ്റ്സ് 1 2 3 ആണ്. അതിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ബിയിൽ വരുന്നുണ്ട്? 1 and 2 വരുന്നുണ്ട്. സോ എ മൈനസ് ബി എന്താണ് കിട്ടുക? 3 ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബി മൈനസ് എ എങ്ങനെ കണ്ടുപിടിക്കും? ബി മൈനസ് എ നോക്കിക്കേ, ബിയിൽ നിന്ന് എ ആണ് കുറയ്ക്കേണ്ടത്. ബിയിൽ 1 2 4 ഉണ്ട്, 1 2 and 4 ഉണ്ട്. എയിൽ 1 2 3 ഉണ്ട്. അപ്പോൾ ബി മൈനസ് എ നോക്കിയേ, ബിയിൽ 1 2 3 1 2 4 ആണ്, എയിൽ 1 2 3 ആണ്. ബിയിൽ നിന്ന് 1 2 കുറയ്ക്കുക, ബിയിൽ നിന്ന് 1 കുറയ്ക്കുക, 2 കുറയ്ക്കുക, 3 പിന്നെ ബിയിൽ ഇല്ലാത്തതുകൊണ്ട് അത് കുറയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് വരും? ബി മൈനസ് എ എന്ന് പറയുന്നത് 4 ആണ് വരിക. ബിയിൽ നിന്നും എയിലുള്ള എലമെൻറ്റ്സ് ആണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ അവിടെ ബാക്കി എന്ത് വരും? 4 വരും. ഓക്കെ, എ മൈനസ് ബിയും ബി മൈനസ് എയും എപ്പോഴും എന്തല്ല? ഈക്വൽ അല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് വെൻ ഡയഗ്രത്തിൽ എങ്ങനെ വരും നോക്കുക. ഇതാണ് എൻ്റെ യൂണിയൻ സെറ്റ്. ഞാനിതിൽ എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു, ആൻഡ് ബി എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. ഓക്കെ, ഇതിൽ ഇതെന്തായിരുന്നു? ഈ ഒരു ഭാഗം എ ഇൻ്റർസെക്ഷൻ ആണ് അല്ലേ. ഇത് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഇത് എ ആണ്. ഈ ഗ്രീൻ സർക്കിൾ വരുന്നത് എ ആണ്. എയിൽ നിന്ന് ബിയിലുള്ള എലമെൻറ്റ്സ് കുറയ്ക്കുക. അതായത് എയിൽ നിന്ന് ബിയിലുള്ള ഭാഗങ്ങൾ കുറയ്ക്കുക. ഈ ബിയിലുള്ള ഭാഗങ്ങൾ എവിടെ കാണും? എ ഇൻ്റർസെക്ഷൻ ബിയിൽ ഉണ്ടാവും. എയിലുള്ളതും ബിയിലുള്ളതുമായിട്ടുള്ള എലമെൻറ്റ്സ് ആണ് എന്ത്? എ ഇൻ്റർസെക്ഷൻ ബിയിൽ വരുന്നത്. സോ അത് കുറച്ച് കഴിഞ്ഞാൽ വരുന്ന ഭാഗമാണെന്ത്? എ മൈനസ് ബി. ഈ ഷേപ്പ് നോക്കിയാൽ മതി. എയിൽ നിന്നും ഈ ഫുൾ സർക്കിളാണ്, അതിൽ നിന്ന് ബി കുറയ്ക്കുകയാണ്. ഇതാണ് എൻ്റെ എ, ഇതാണ് ബി. സോ എന്ത് വരും? ഇത്രയും ഭാഗം വരും. ഓക്കെ, ഇതാണ് എ മൈനസ് ബി. ആൻഡ് ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചേ, ഈ ഒരു ഭാഗമാണ് എന്ത് വരിക? ബി മൈനസ് എ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഡിഫറൻസ് ഓഫ് എ സെറ്റും ക്ലിയർ ആണ്. ഇനി അടുത്തൊരു ഭാഗം നോക്കേണ്ടത് കോംപ്ലിമെൻ്റ് ആണ്. എന്താണ് കോംപ്ലിമെൻ്റ്? കോംപ്ലിമെൻ്റ് ഓഫ് സെറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു സെറ്റ് എടുക്കുക, അതേപോലെ നമുക്കൊരു യൂണിവേഴ്സൽ സെറ്റും ഉണ്ട്. ഓക്കെ, എക്സാമ്പിളിലൂടെ തന്നെ നമുക്ക് പറയാം. യു എന്ന് പറയുന്നൊരു യൂണിവേഴ്സൽ സെറ്റ് 1 2 3 4 5 എന്ന് പറയുന്നൊരു സെറ്റാണ്. ആൻഡ് എ എന്ന് പറയുന്നൊരു സെറ്റ് 1 2 3 ആണ്. അങ്ങനെയാണെങ്കിൽ കോംപ്ലിമെൻ്റ് ഓഫ് സെറ്റിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? എ ഡാഷ് ആണ്. എന്താണ്? എ ഡാഷ് ആണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. സോ എ കോംപ്ലിമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് യുയിലുള്ളതും എന്നാൽ എയിൽ അതില്ല എന്നതാണ്. ഓക്കെ, യുയിലുണ്ട് എന്നാൽ എയിലില്ല. സോ എ കോംപ്ലിമെൻ്റ് എന്ത് വരും? യുവിൽ 1 2 3 ഉണ്ട്,
എയിൽ എന്തില്ല 4 5 ഇല്ല. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് എന്താണ് വരിക? 4 5 ആണ് വരിക. ഓക്കെ, യുവിൽ ഉണ്ട് പക്ഷേ എയിൽ അതില്ല. അപ്പോൾ യുവിലുള്ളത് 4 5 ആണ്. 1 2 3 ഉണ്ട് അവിടെ, പക്ഷേ 1 2 3 ഇവിടെ ഉണ്ട്, എയിലുണ്ട്. സോ എയിൽ ഇല്ലാത്തതും യുവിലുള്ളതുമായിട്ടുള്ള എലമെൻ്റാണ് എ കോംപ്ലിമെൻറ്റ്. ഓക്കെ, നോക്കിക്കേ, ഇത് നമുക്ക് ഡയഗ്രാമാറ്റിക് എങ്ങനെ നോക്കാം. ഇതാണ് എൻ്റെ യു. ഞാനിതിൽ എ എന്ന് പറയുന്ന സെറ്റ് എടുത്തു. എയിൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 2 3 ആണ്. യുവിലുള്ള എലമെൻറ്റ്സ് 4 5 കൂടെയാണ് വരുന്നത് അല്ലേ? 1 2 3 യുവിനുള്ളിൽ തന്നെയാണുള്ളത്. ഓക്കെ, അപ്പം എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന നേരം ഇത്രയും ഭാഗങ്ങളാണ് വരിക. ഞാനിതാ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. അതിൽ എ ഉൾപ്പെടില്ല. എൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എ ഒഴിച്ച് ബാക്കി വരുന്ന യുവിലെ ഭാഗങ്ങളാണ് എ കോംപ്ലിമെൻ്റ്. ഓക്കെ, ഇനി എ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഓക്കെ, നമുക്കൊരു ലോ പഠിക്കാനുണ്ട്, ഡി മോർഗൻസ് ലോ. എന്താണ് ഡി മോർഗൻസ് ലോ? എന്താണ് മൂപ്പർ പറയുന്നത്? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻ്റ് ആണ്. പറഞ്ഞപ്പോൾ കുറച്ച് കടുകട്ടി തോന്നി, പക്ഷെ പേടിക്കാനൊന്നുമില്ല. എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, രണ്ട് സെറ്റുകൾ എടുക്കുന്നു, അതിൻ്റെ എ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക, ബി കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. അവർ തമ്മിലുള്ള കോമൺ എലമെൻറ്റ്സ് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റിന് ഈക്വൽ ആണ്. ഓക്കെ, ഇതേപോലെ നമുക്ക് വേറൊരു കാര്യം പറയാം. എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ്റെ ഓൾ കോംപ്ലിമെൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇത് നമുക്കിതാ ഒരു എക്സാമ്പിളിലൂടെ ചെയ്ത് നോക്കാം. നോക്കിക്കേ, ഡി മോർഗൻസ് ലോ ഓർത്ത് വെക്കുക, മറന്നു പോകരുത്. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻ്റ് ആണ്. അതേപോലെ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻ്റ് ആണ്. സോ ഞാനിതാ ഒരു യൂണിവേഴ്സൽ സെറ്റ് എടുക്കാൻ പോവാണ്. യു എന്ന് പറയുന്നത് 1 2 3 4 5 and 6. ഓക്കെ, ഇതിൽ എ എന്ന് പറയുന്നൊരു സെറ്റ് ഞാൻ 2 3 എടുത്തു, ആൻഡ് ബി എന്ന് പറയുന്നൊരു സെറ്റ് 3 4 5 എടുത്തു. ഇതിൽ എ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാമല്ലോ. എ കോംപ്ലിമെൻറ്റ് എങ്ങനെയായിരിക്കും വരിക? 2 3 ഒഴിച്ച് യുവിലുള്ള ബാക്കി എലമെൻറ്റ്സ് 1 4 5 and 6. ബി കോംപ്ലിമെൻറ്റോ? ബിയിലുള്ള എലമെൻറ്റ്സ് ഒഴിച്ച് യുവിൽ വരുന്ന ബാക്കി എലമെൻറ്റ്സ് അവിടെ വരിക 1 2 and 6. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് എ യൂണിയൻ ബി കണ്ടുപിടിക്കാൻ. എ യൂണിയൻ ബി എന്താണ് വരിക? 2 3 4 5 അല്ലേ? ആൻഡ് എ യൂണിയൻ ബി കോംപ്ലിമെൻ്റ് എന്ത് വരും? എ യൂണിയൻ ബി 2 3 4 5 ആണ്. അതൊഴിച്ച് യുവിൽ വരുന്ന എലമെൻറ്റ്സുകൾ 1 and 6 ആണ് അല്ലേ? ഇനി എ ഇൻ്റർസെക്ഷനും ബി ഇൻ്റർസെക്ഷൻ്റെയും യൂണിയൻ എടുത്തു നോക്കിയേ. സോറി, എ കോംപ്ലിമെൻറ്റിൻ്റെയും ബി കോംപ്ലിമെൻറ്റിൻ്റെയും ഇൻ്റർസെക്ഷൻ എടുത്ത് നോക്കിയാൽ എ കോംപ്ലിമെൻറ്റിൽ 1 4 5 6 ആണ്, ബി കോംപ്ലിമെൻറ്റിൽ 1 2 6 ആണ്. ഇത് തമ്മിൽ ഇൻ്റർസെക്ഷൻ എടുക്കുക. ഇതിലുള്ള ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് കോമൺ ആയിട്ട് വരുന്നത്? 1 and 6 ആണ് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പറയാം? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എക്സാമിന് നിർബന്ധമായിട്ടും വരുന്നതാണ്. ഇത് ഓർത്ത് വെക്കുക, ഇത് നിർബന്ധമായിട്ട് പഠിക്കുക. ഡി മോർഗൻസ് ലോ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, അതിൻ്റെ സെക്കൻഡ് ടൈപ്പും കൂടി ഓർത്ത് വെക്കുക. കോംപ്ലിമെൻറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നോക്കാൻ പോകുന്നത്. എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് എന്താണെന്നാണ് ചോദ്യം. എ യൂണിയനും എ കോംപ്ലിമെൻറ്റും എന്ത് വരും? എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് യു ആണ് കിട്ടുക. എന്തുകൊണ്ടാണ്? ഇതാ നോക്കിക്കേ, എൻ്റെ യു ഇതാണ്. ഇതിൽ എ എന്ന് പറയുന്നൊരു സെറ്റ് ഞാൻ എടുത്തു. ഇതാണ് എ. എ കോംപ്ലിമെൻ്റ് ഏതാണ് വരിക? എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ് അല്ലേ? എ ഒഴിച്ച് ബാക്കി വരുന്നത്. ഇവർ തമ്മിലുള്ള യൂണിയൻ എന്ന് വെച്ചാൽ എന്താ? ഈ ഫുൾ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ് ആണല്ലേ വരിക. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്.
എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എടുക്കാം. അത് നോക്കിക്കേ, ഇത് യൂണിയനാണ്, അല്ല സോറി യൂണിവേഴ്സൽ സെറ്റാണ്. അതേപോലെ എ എന്ന് പറയുന്ന സെറ്റ് എടുത്തു, എ എന്ന് പറയുന്ന സെറ്റാണ്. ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്, എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന സമയത്ത് എയിൽ ഏതെങ്കിലും എലമെൻറ്റ്സ് എ കോംപ്ലിമെൻറ്റിൽ ഉണ്ടാവുമോ? ഇതാണ് എ കോംപ്ലിമെൻ്റ് അല്ലേ. എയും എ കോംപ്ലിമെൻറ്റിൽ കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടാവും? ഇല്ല. അപ്പോൾ അത് നമ്മുടെ നൾ സെറ്റാണ്. ഓക്കെ, നൾ സെറ്റാണ്, അത് ഫൈ ആണ്. ഇനി യു കോംപ്ലിമെൻറ്റ്, യുടെ കോംപ്ലിമെൻറ്റ്, യുവിലുള്ള എലമെൻ്റാണ് പൊതുവേ നമ്മൾ കമ്പയർ ചെയ്ത് പറയുന്നത്. അപ്പോൾ യുടെ കോംപ്ലിമെൻറ്റ് എന്താണ്? ഫൈ ആണ്. യുവിലില്ലാത്ത എലമെൻറ്റ്സ് ഫൈ ആണ്, അതായത് യുവിലില്ലാത്ത എലമെൻറ്റ്സുകളാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി ഫൈ കോംപ്ലിമെൻ്റ് ആണ്. ഫൈ കോംപ്ലിമെൻറ്റ്, ഫൈയിൽ ഇല്ലാത്ത ബാക്കി വരുന്ന എലമെൻറ്റ്സ്, ഫൈയും യുവും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫൈലില്ലാത്ത എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഫൈൽ ഏതെങ്കിലും എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. അപ്പം യു സ്വയമാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കാനുള്ളത്. ഇതോടെ നമ്മുടെ സെറ്റിലെ കോൺസെപ്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഡൗട്ട്സും ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻസ് ത്രൂ അറിയിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യാവുന്നതാണ്. So once again, it's me, Mr. Max, signing off. Goodbye.